ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ മോണോറെയിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാറിലാണ്. നമ്മൾ നക്കീൽ മാളിൻ്റെ സ്റ്റേഷനിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. നമ്മൾ നക്കീൽ മാളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലൊക്കെ ഫുള്ള് ഈദായതുകൊണ്ട് ഫുൾ ലൈറ്റ് കൊണ്ടൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ മാളിലെത്തിയപ്പോൾ തന്നെ അവിടെ അറബ്സിൻ്റെ ഒരു ട്രഡീഷണൽ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈദായതുകൊണ്ട്. നമ്മളിവിടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്ന ആൾ വരങ്ങൾ നമ്മൾ കാത്തിക്കാണ്. അപ്പോൾ മുമ്പ് കയറിപ്പോയ കുറേ ആൾക്കാരൊക്കെ തിരിച്ച് വരുന്നത് കാണാം. പിന്നെ നമ്മളും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നും. നമ്മളിപ്പോൾ കയറുന്നത് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേഷൻ നിന്നാണ് നക്കീൽ മാള്. ഇത് കഴിഞ്ഞിട്ടാണ് അവസാനത്തെ സ്റ്റേഷൻ അറ്റ്ലാന്റിസ്. ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിൽ പോയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് അറ്റ്ലാന്റിസിലോട്ട് പോയിട്ട് നമ്മൾ തിരിച്ചു വരും. അങ്ങനെയാണ് ഈ മോണോറെയിലിൻ്റെ ജേണി. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള മൊത്തത്തിലുള്ള ജേണിക്ക് ഒരാൾക്ക് അവർ ചാർജ് ചെയ്യുന്നത് 15 ദിർഹംസ് ആണ്. പിന്നെ നമ്മളെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തിട്ട് മോണോറെയിൽ വരുന്ന ആ സ്ഥലത്തേക്ക് പോയി. നമ്മളവിടെ നിന്ന് കുറച്ച് നേരം ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തപ്പോഴേക്കന്നെ നമുക്ക് ഉള്ള ട്രെയിൻ വന്നു മോണോറെയിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ സീറ്റ് കിട്ടിയാലുള്ള നല്ല വ്യൂ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റത്തെ സീറ്റിലേക്ക് വേണ്ടി ഞാൻ ഓടിപ്പോയി. അങ്ങനെ പിന്നെ നമ്മളും അതിൻ്റെ ഉള്ളിൽ കയറി സ്ഥലം പിടിച്ചു. അവിടെ നമ്മുടെ മുന്നേ തന്നെ ഓൾറെഡി 2 സ്റ്റേഷൻ ഉണ്ടായതുകൊണ്ട് ആളുകളൊക്കെ ഏകദേശം ഫുള്ളായിരുന്നു. മോണോറെയിലിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഏകദേശം മെട്രോ പോലെ തന്നെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ കയറിയപ്പോൾ അത് അങ്ങനെ നീങ്ങി തുടങ്ങി. ആദ്യം കുറേ ബിൽഡിങ്ങുകളുടെ ഇടയിലൂടെ ആയിരുന്നു മോണോറെയിൽ പോയത്. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ 2 സൈഡും വാട്ടറായി. ഇത് പോകുന്നത് പാമിലാണ്. അപ്പോൾ പാമ്പിൻ്റെ ഒരു ലീഫിലാണ് ഈ മോണോറെയിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 2 സൈഡ് നമുക്ക് നോക്കിയാലും വെള്ളമായിരുന്നു കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ നമ്മൾ ഇറങ്ങി. അപ്പോൾ ആദ്യം ഞങ്ങൾ ഫസ്റ്റത്തെ സ്റ്റേഷനിൽ പോയി ഇറങ്ങി. എന്നിട്ട് പിന്നെ അറ്റ്ലാന്റിസിലേക്കുള്ള മറ്റേ ട്രെയിൻ വരാൻ വേണ്ടി കാത്തു നിന്നു. പിന്നെ നമ്മൾ ട്രെയിനിൽ കയറി. അപ്പോൾ ആദ്യം പോലെ തന്നെ ആദ്യത്തെ കുറേ ബിൽഡിങ്സ്, പിന്നെ ഫുള്ള് അപ്പുറത്തും ഇപ്പുറത്തും ഫുൾ വാട്ടറായിരുന്നു. അവിടെ നമുക്ക് ഐൻ ദുബായൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മൾ കുറേ അങ്ങോട്ട് പോയപ്പോൾ പിന്നെ അറ്റ്ലാന്റിസിൻ്റെ ബിൽഡിങ് കാണാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ നമുക്ക് ദൂരെ നിന്ന് അറ്റ്ലാന്റിസിൻ്റെ ബിൽഡിങ് വിസിബിൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അറ്റ്ലാന്റിസ് ബിൽഡിങ്ങിൻ്റെ ഏകദേശം അടുത്തെത്തി. അതുപോലെ തന്നെ നമ്മുടെ അറ്റ്ലാന്റിസിൻ്റെ സ്റ്റേഷനും എത്താറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡിലും ഫുള്ള് വെള്ളമാണ്. കറക്റ്റ് നമ്മുടെ മോണോറെയിലിൻ്റെ ഭാരം ഫുൾ വെള്ളത്തിൽ കൂടെ പോകുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൂടെ ഇരുന്നപ്പോൾ ആയിക്കോട്ടെ ഒരു ഹോട്ട് എയർ ബലൂൺ പോകുന്നത് നമ്മൾ കണ്ടു. നമ്മൾ പിന്നെ അവിടെ ഇറങ്ങി. എന്നിട്ട് അപ്പോൾ നമ്മൾ വേണമെങ്കിൽ അറ്റ്ലാന്റിസിൻ്റെ ഉള്ളിലൊക്കെ പോയി കാണാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ട് അറ്റ്ലാന്റിസിൻ്റെ ഉള്ളിലോട്ട് നടന്നു. അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിസിൻ്റെ ഉള്ളിൽ കയറി.
നമ്മൾ പോയത് രാത്രി ആയതുകൊണ്ട് തന്നെ അക്വേറിയമൊക്കെ ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. ആ അക്വേറിയത്തിൻ്റെ ചെറിയൊരു പാട്ട് നമുക്ക് വിസിബിളായിരുന്നു. അതിൽ കൂടെ നോക്കിയാൽ തന്നെ നമുക്ക് കുറേ വെറൈറ്റി ഫിഷസിനെ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഭയങ്കര ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. അതിൽ കൂടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം ദൂരം ആ അക്വേറിയം ഉണ്ടെന്ന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് മോണോറെയിലിൻ്റെ സ്റ്റേഷനിലോട്ട് തന്നെ തിരിച്ച് നടന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ തന്നെ അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് വിസിബിളായിരുന്നു. അവിടെ തന്നെ ഒരു വലിയ വാട്ടർ തീം പാർക്കൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ തിരിച്ച് സ്റ്റേഷനിലെത്തി മോണോറെയിൽ കയറി. അപ്പോൾ ബാക്കിലോട്ട് പോകുമ്പോഴും നമ്മൾ അറ്റ്ലാന്റിസ് ഹോട്ടലൊക്കെ കാണാൻ പറ്റിയിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് നക്കീൽ മാളിലെത്തി. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.